ഗോൾഡി രാജാവേ, താങ്കൾ പറഞ്ഞിട്ട് കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളെയും അവരെ വിശ്വസിക്കുന്നത് പോലെ മനസ്സ് മാറ്റി ആ മാന്ത്രിക വാതിലിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ഇനി അവർ തിരിച്ചു വരികയേയില്ല. ആക്രമിക്കാനുള്ള സമയമായി. സിംഹരാജാവ് ഉറപ്പായും തോൽക്കും. അങ്ങനെ ചെയ്താൽ ഈ കാടും താങ്കൾക്ക് ഭരിക്കാം. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ നിനക്ക് ഈ കാടിന്റെ ഉയർന്ന അധികാരം തരാം. അങ്ങനെയാണെങ്കിൽ കാലു ഗോൾഡിയുടെ പക്ഷത്തായോ? ഇതിനെക്കുറിച്ച് രാജാവിനോട് പറഞ്ഞേ പറ്റൂ. അപ്പോൾ മിട്ടുവിന്റെ പുറകിൽ നിന്ന് ആരോ വിളിക്കുന്ന പോലെ തോന്നി. എന്താ കുഞ്ഞെ നീ നോക്കുന്നത്? അപ്പോൾ മിട്ടു തിരിഞ്ഞു നോക്കിയപ്പോൾ അത് ഗോൾഡിയുടെ കാട്ടിലെ പരുന്താണ്. മഹാരാജാവേ, നിങ്ങൾ പറയുന്നത് ഈ മിട്ടു കേട്ടു. ആ, അവനെ പിടികൂട്. അത് കേട്ടത് മിട്ടു പറക്കാൻ തുടങ്ങി. അത് അവിടെ നിന്ന് നേരെ മലയിലേക്ക് പറന്നുപോയി. പരുന്തും പിന്നാലെ തന്നെ പോയി. ദൈവമേ, എന്തെങ്കിലും വഴി കാണിക്കൂ, ഇല്ലെങ്കിൽ ഇതിനെ കൊന്നു തിന്നുമല്ല. അത് നേരെ പോയപ്പോൾ അടുത്തു തന്നെ ജ്വലിക്കുന്ന ഒരു സ്വർണവാതിലും വന്നു. അയ്യോ, ഇതാ മാന്ത്രിക വാതിലാണെന്ന് തോന്നുന്നു. ഇതിനെ കുറിച്ചാണ് എല്ലാവരും സംസാരിച്ചത്. ശരി, ഇതിനകത്തേക്ക് പോകാം. അങ്ങനെ ചിന്തിച്ച് മിട്ടുത്തത്ത ഉടനെ ആ രഹസ്യ വാതിലിനകത്തേക്ക് പോയി. ഹാ, അതെന്തായാലും നന്നായി. ഇനി ഇവൻ ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. അങ്ങനെ പറഞ്ഞ് പരുന്ത് ഗോൾഡിയുടെയും കരടിയുടെയും അടുത്തേക്ക് പോയി.